ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ ആഴ്ച കുറച്ച് ഗ്യാപ്പ് വന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ ബാക്കിൽ കാണുന്നത് എൻ്റെ വാർഡ്രോബാണ്, ഭിത്തിയലമാരിയാണ്. നമ്മളതിനകത്ത് ഡോറ് ഫിറ്റ് ചെയ്തതാണ്. സോ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സും ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുമാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്, ഈ അലമാരിക്കകത്തുള്ളത്. നോർമലി ഞാൻ ഇപ്പം നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഡ്രസ്സ് നോക്കി വെച്ച് ഇട്ടൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോഴേക്കും അപ്പം ചെന്ന് നോക്കിയാൽ എനിക്ക് ഡ്രസ്സൊന്നും പിടിക്കില്ല. ഓൾമോസ്റ്റ് വേറൊരു അലമാര ഉണ്ട്, പിന്നെ വേറൊരു വലിയൊരു ബാഗുണ്ട്. ദെൻ ദിസ് അലമാര, ഇത് ഫുൾ ഓഫ് ഡ്രസ്സാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ സീരിയസ്ലി ഗൈസ്, എനിക്ക് ഇടാൻ ഒരു ഡ്രസ്സും ഉണ്ടാവില്ല. എന്ത് ഡ്രസ്സ് ഇട്ടാലും ചെയ്യാത്തില്ല. അപ്പോൾ എനിക്കങ്ങനെ ഹറി ബറി ആയിട്ട് ഡ്രസ്സ് ഇട്ട് പോകുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നേ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ജോലിക്ക് പോകാനാണെങ്കിലും ശരി, ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 3-4 ജോഡി ഡ്രസ്സ് ഓൾറെഡി സെറ്റാണ്. അപ്പോൾ എനിക്ക് രാവിലെ വന്ന് എടുത്തിട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിനിടക്ക് കുറച്ചധികം തവണ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീഴ്ചയിലും ഓരോ ഡ്രസ്സ് വെച്ച് പോയി, കീറി പോയി. അപ്പോൾ ഡ്രസ്സിൻ്റെ എണ്ണം പതിയെ കുറഞ്ഞു. അതായത് ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. ഞാൻ ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ലൈഫിൽ ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും ഡ്രസ്സിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണ്. ഒരു 4-5 മാസം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഗോഡ്, ആ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കയറുമ്പോൾ തന്നെ ഒരു ഫുൾ ലെങ്ത് മിററുണ്ട്. എല്ലാ ദിവസവും എൻ്റെ സ്നാപ്പ് ഉണ്ടാകും. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 7 മണിക്കാണ് ഷിഫ്റ്റ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്നാപ്പ് ഇടും ഞാൻ, ഫുൾ ലെങ്ത് മിറർ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്രസ്സിങ് ഞാൻ എൻജോയ് ചെയ്തത് അവിടെയാണ്. വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയും പിന്നെ ആ ഒരു ക്യാമ്പസിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ ആൾക്കാരുണ്ട്, നമ്മൾ 4 ആളെ നോക്കണം, ആ ഒരു രീതിയിലൊക്കെ പോകും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫീസിൽ ഞാനും വേറൊരു ചേച്ചിയും മാത്രമേ ഉള്ളൂ, ബാക്കി സ്റ്റാഫെല്ലാം ഗോഡൗണിലാണ്. അപ്പോൾ എനിക്കങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, കുറച്ചല്ല, ഒരു 1-2 വർഷമായിട്ട് ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ നല്ല ഇതിൽ പോകണം, അങ്ങനെ ആ ഒരു മൈൻഡ് പോയി. സോ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാവിലെ വന്ന് ഈ അലമാരുടെ മുമ്പിൽ കുത്തിയിരിപ്പാണ്. എന്തിടും എന്ന് ആലോചിച്ചിട്ട്. ഇപ്പം അങ്ങനെ തലേദിവസം, നേരത്തെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സെറ്റ് വെച്ചേക്കും. ഇപ്പം അങ്ങനെയല്ല, ഡ്രസ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഇപ്പം എൻ്റെ ഷെൽഫിൻ്റെ കോലം നിങ്ങൾ കാണണം. ഐ വിൽ ഷോ യു. അപ്പം നമ്മൾ ഇന്നിത് ക്ലീൻ ചെയ്യാൻ പോവാണ്, ഫുൾ അടുക്കി പെറുക്കി വെക്കാൻ പോവാണ്. കം ഓൺ ഗൈസ്, ഐ വിൽ ഷോ യു എൻ്റെ അലമാരയുടെ അവസ്ഥ. ഞെട്ടരുത് ഗൈസ് നിങ്ങൾ, നോക്ക് ഗൈസ്. ഇതിനകത്തത് ഞാൻ എങ്ങനെയാണ് രാവിലെ വന്ന് ഒരു ഡ്രസ്സ് നോക്കിയെടുക്കുക. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിലത്തൊരു പാ വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സകല സാധനങ്ങളും താഴേക്ക് ചൊരിഞ്ഞിടാം, എന്നിട്ട് പതിയെ അടുക്കി പെറുക്കി വെക്കാം. ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ മാറ്റാം. ഞാൻ എൻ്റെ പഴയ ഡ്രസ്സൊക്കെ, അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട്, വെൽഡിങ്, അതിന് സൗണ്ട് കേൾക്കുമോ നോ ഐഡിയ. ഓക്കെ, ഞാൻ എൻ്റെ പഴയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇട്ട് പഴകിയതൊന്നുമല്ല കേട്ടോ, ഞാൻ മേടിച്ചിട്ട് ഇടാത്ത ഡ്രസ്സ് വരെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് പിള്ളേർക്ക് കൊടുക്കും കേട്ടോ. ഡ്രസ്സ് ആർക്കാണത് ആവശ്യം ഞാൻ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അധികം ഇടാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ എടുത്ത് പിള്ളേർക്ക് കൊടുക്കും കേട്ടോ. നമുക്കെല്ലാം നിലത്തേക്ക് ഇടാം. ഇതൊക്കെ ഞാൻ ഓൺലൈൻ മേടിച്ച ഡ്രസ്സാണ്. ഒരു 7-8 മാസമായിട്ടുണ്ടാവും മേടിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി, ഷേപ്പ് ചെയ്താൽ മാത്രം മതി. പക്ഷേ അമ്മച്ചി ചെയ്ത് തരത്തില്ല. ഇത് മേടിച്ചിട്ട് ആ ട്രെൻഡ് സമയത്ത് മേടിച്ച ഡ്രസ്സാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി, ഇതുവരെ ഷേപ്പ് ചെയ്ത് തന്നിട്ടില്ല. നോക്ക്, ഇത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചൊരു തുണിയാണിത്. ആലിയ കട്ട് മോഡലിൽ തയ്ക്കാൻ വേണ്ടിയിട്ട്.
കുറേ നാൾ മുമ്പ് വരെ ഉണ്ടല്ലോ വീട്ടിൽ മഴ പെയ്യുമ്പോഴേക്കും ഈ ഭിത്തിൽ ഫുള്ള് ഈർപ്പം തട്ടും. ഭിത്തി ഫുൾ പോയിരിക്കുന്നതാണ്. അപ്പോൾ അലമാരിയിലും ആ ഈർപ്പം തട്ടുമായിരുന്നു. അപ്പോൾ ഫുൾ നമ്മൾ പ്ലാസ്റ്റിക് കവറില്ലേ അത് ചുമ്മാ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ പ്ലാസ്റ്റിക് കവർ ഫുള്ള് പോയി. അപ്പോൾ ഇതാ നോക്ക്, നല്ല വൈറ്റ് ടോപ്പായിരുന്നു, എൻ്റെ നല്ല ടോപ്പായിരുന്നു, അത് ഫുള്ള് പോയി. ടോട്ടലി ഡാമേജ്ഡ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഗൈസ്, ഇനി നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ്, ജോലിക്ക് പോകുന്ന ഡ്രസ്സ്, അല്ലാത്ത ടൈപ്പ് ഷോളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് മടക്കി വെക്കാം, എന്നിട്ട് അകത്തോട്ട് കയറ്റാം. ഇതാണ് ഗൈസ് നമ്മുടെ ഷെൽഫിൻ്റെ അവസ്ഥ. ഈ സൈഡാണ് കേട്ടോ കൂടുതലും. അതിന് ആ പ്ലാസ്റ്റിക് കവർ ഒന്നുകൂടി കയറ്റി ഒട്ടിച്ച് വെക്കണം. ആക്ച്വലി ഞാൻ ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാൾ പേപ്പേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് സാധനങ്ങൾ, തുണികൾ. ഇതെല്ലാം നമുക്ക് അടുക്കി പെറുക്കി വെക്കാം. അപ്പം ഞാൻ മടക്കുന്ന ഡ്രസ്സ് ഇതിനകത്തേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. നോർമലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഫുൾ വെച്ചാൽ ഇതിൻ്റെ ഇങ്ങോട്ട് ഫുൾ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. ഷോള്, എൻ്റെ സ്കാർഫ്, പള്ളിയിടുന്ന സ്കാർഫ്, പിന്നെ വീട്ടിലിടുന്ന ഫുൾ പാൻറ്റും ടീഷർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് കുറച്ച് മടക്കി. ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച്, ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഇട്ട് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ജിമ്മ് മിസ് ചെയ്യണം. ഡോക്ടർ എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് ഫെബ്രുവരി തൊട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാം. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, എന്നോട് 3 മാസം കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഫെബ്രുവരി തൊട്ട് പോകാമായിരുന്നു, പക്ഷേ പോയില്ല. മടിയാണോ? ഐഡിയ. ഒരു 2 വർഷത്തിന് മേലെ ആയിട്ട് തുടങ്ങി വെച്ചൊരു വർക്ക് ഉണ്ട് കേട്ടോ, ലൈക്ക് എംബ്രോയ്ഡറി. ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. ലുക്ക്, ഇപ്പം അതിൻ്റെ ടീഷർട്ടിൻ്റെ കളറേ മാറി. നോക്ക് സിയ ജോയ്, താങ്കളിത് കാണുന്നുണ്ടോ? സിയ തുടങ്ങി വെച്ച വർക്കാണിത്. ടീഷർട്ടിൽ ലക്കിന്ന് ഓൾറെഡി പ്രിൻ്റ് ഉണ്ടായിരുന്നു. പ്രിൻ്റ് പതിയെ മാഞ്ഞു പോയി. അപ്പോൾ അത് ഫുള്ള് എംബ്രോയ്ഡറി ചെയ്തതാണ്. നമുക്ക് നല്ല രസമായിട്ട് ചെയ്തു തന്നെയായിരുന്നു. ഇനി കണ്ട കുറച്ചുകൂടി തീരാനുള്ളത്. കെയുടെ കുറച്ചും വൈയുടെ ഒരു 3/4 ഭാഗവും. എന്നിട്ട് അത് ചെയ്ത് തീർത്തില്ല. ഇതെന്താ വെച്ചാലേ സൂചി ഓൾറെഡി ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സൂചി ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ആ സൂചി ഇതിനകത്തിരുന്ന് തുരുമ്പായി. ആ സൂചിയുടെ തുരുമ്പ് ഇതിനകത്തും കയറി പിടിച്ച്. അല്ലെങ്കിൽ ഇത് കഴുകിയിട്ട് ഇതായിരുന്നു. അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എന്തായാലും മറന്നേ പോയി സത്യത്തിൽ. സൂചി മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സെസിയൊക്കെ ഓടി നടക്കുന്നതാണ് ഇവിടെ. സെസി ഇവിടെ ഫുള്ള് നടക്കണ കാരണം നമ്മൾ നിലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടത്തില്ല. ബ്ലേഡൊക്കെ താഴെ ഇടത്തില്ല, പിന്നൊന്നും ഇടത്തില്ല. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഡൺ ഗൈസ്, ഡണാ. നോക്ക് ഗൈസ്, കണ്ട അടിക്ക് പെറുക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഈ സെക്ഷനില്ലേ. ഇത് ഫുള്ള് വീട്ടിലിടുന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള്. ഇതിനകത്ത് എൻ്റെ ജിം വിയേഴ്സ് ഉണ്ട്,
പിന്നെ കുറച്ച് ലെഗിൻസും കാര്യങ്ങളും, പിന്നെ ഏറ്റവും അടിയിൽ സ്കാർഫും അങ്ങനെ ഷോളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതുമാണ് ഫുൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. ഇത്രയും ഡ്രസ്സ് മാത്രം ഞാൻ യൂസ് ചെയ്തോളൂ ഡെയിലി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഡ്രസ്സൊക്കെ ജോലിക്ക് കൊണ്ടിട്ടിട്ട് വെറുതെ ചീത്തയേക്കണം എന്തിനാ. അപ്പോൾ ഇത് ഫുള്ള് ഇത് കംപ്ലീറ്റ് ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഡ്രസ്സ് ഇതെൻ്റെ ഒരു വീഴ്ചയിൽ ഫുൾ കീറിപ്പോയ ഡ്രസ്സാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് ബനിയനാണ്. ഇത് അമ്മച്ചിക്ക് ചവിട്ടി തൂക്കാനോ അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മുടെ ഇതൊക്കെ തുടക്കം എടുക്കത്തില്ലേ, അതിനു വേണ്ടി അമ്മച്ചി യൂസ് ചെയ്യും. ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ആ ഡ്രസ്സൊന്നും ഇടാറില്ല. ഇത് എൻ്റെ ലേറ്റസ്റ്റ് വീഴ്ചയിലൊന്ന് കീറിയായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതങ്ങനെ. പിന്നെ ഇത് ഞാൻ ഈ ഇടയ്ക്ക് തയ്ച്ചൊരു കോട്ട് സെറ്റിൻ്റെ ടോപ്പാണ്. ഇത് ഫുൾ നല്ല ഡ്രസ്സാണ് കേട്ടോ. ഞാൻ കൂടുതൽ സ്ലിറ്റഡിൻ്റെ ടോപ്പ് യൂസ് ചെയ്യാത്ത ആളാണ്. സ്ലിറ്റഡ് ടോപ്പ് ഇടാറില്ല, എ-ലൈനാണ് കൂടുതൽ ഇടുന്നത്. ഇതെല്ലാം എൻ്റെ സ്ലിറ്റഡ് ടോപ്പാണ്. ഇതപ്പോൾ തണുപ്പടിച്ചിരിക്കണം, അപ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ല്. അപ്പോൾ ഇതൊന്ന് മെഷീനിലിട്ട് കഴുകിയിട്ട് ഒന്ന് കൊണ്ട് വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ ഡ്രസ്സെല്ലാം ആ സൈഡിലിരുന്ന് പോയി. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചോദിക്കണം. വൈറ്റും കൂടി ആയത് കാരണം റിസ്ക്കിയാണ്. അതിനിപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഇതാ നോക്ക്, കുറച്ചധികം പാൻ്റ് ഉണ്ട്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാൻറ്റാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേ പോയപ്പോൾ മേടിച്ച പാൻറ്റാട്ടാ. ഇതിൻ്റെ ഇറക്കം കുറക്കാനുണ്ട്. ഇതെല്ലാം പാൻറ്റാണ് വീട്ടിലിടുന്നത്. നമ്മുടെ ഈ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോഴേക്കും ഇലാസ്റ്റിക് പെട്ടെന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇലാസ്റ്റിക് പോയി. അപ്പോൾ അതിന് സെറ്റാക്കണം, ഇലാസ്റ്റിക് ഇടണം. വേറെ ഒന്നുമില്ല അലമാരിയിൽ കയറ്റാനായിട്ട്. അലമാരി ക്ലിയർ ആയിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ക്ലീനിങ് മൈ കബോർഡ് ആൻഡ് അത് ഞാൻ ക്ലീൻ ചെയ്തു. സോ ഗൈസ്, നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.